നമസ്കാരം, എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഈ ഓണത്തോടു കൂടി 5 രാശികൾക്ക് സർവ്വഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്നു. ആ രാശിക്കാരെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ്. ഗ്രഹഭാവങ്ങളും ഗ്രഹദൃഷ്ടിയുടെയും അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും വന്നു ചേരാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഓണത്തോടുകൂടി 5 രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം നമ്മളിൽ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പല രീതിയിലുള്ള തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാം. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ ഭാവങ്ങളെല്ലാം നമുക്ക് അനുകൂലമായ സമയത്ത് നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഈശ്വരാധീനമെല്ലാം നമുക്ക് വർദ്ധിക്കും. ഇതുമൂലം നിരവധി വഴികളും മാർഗങ്ങളും നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രഭാവം ചെലുത്തുന്നതാണ്. അങ്ങനെ ഈ ഓണത്തോടു കൂടി ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വന്നു ചേരുന്ന 5 രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിലൊന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ്. മകയിരം, തിരുവാതിര, പുണർദമടങ്ങിയ മിഥുനം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കാലം തന്നെയായിരിക്കും. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഏറെ നാളുകളായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും. കടബാധ്യതകൾ മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഓണത്തോടു കൂടി അതിൽ നിന്നെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. നിരവധി വരുമാന മാർഗങ്ങളും ഭാഗ്യങ്ങളും തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹങ്ങൾ നടക്കുന്നതിനും പറ്റിയ സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. എന്തുകൊണ്ടും ഓണത്തോടുകൂടി മിഥുനം രാശിക്കാർക്ക് സർവ്വഭാഗ്യങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി അടങ്ങിയ കുംഭം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഇവരുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു സമയം തന്നെയായിരിക്കും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത്. അപ്രതീക്ഷിത ധനയോഗത്തിനും ലോട്ടറി ഭാഗ്യത്തിനും സാധ്യത കാണുന്നു. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനം നിറഞ്ഞ അന്തരീക്ഷം വന്നു ചേരുന്നതാണ്. മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഓണത്തോടുകൂടി വളരെയധികം മാറ്റങ്ങളും സന്തോഷങ്ങളും മനസ്സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. സാമ്പത്തികപരമായി വളരെയധികം ഉയരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ വഴി ധാരാളം ധനം വന്നു ചേരുന്നതിനും പുതിയ ബിസിനസ്സുകൾ വഴി വളരെയധികം വരുമാനം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു. ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്തുകൊണ്ടും കുംഭം രാശിക്കാർക്ക് ഈ ചിങ്ങമാസത്തോടുകൂടി വളരെയധികം ഗംഭീരമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രമടങ്ങിയ ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പദവികളുമെല്ലാം ഇവരെ തേടിയെത്തുന്നതാണ്. നീണ്ട കാലങ്ങളായി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിന് പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പ്രമോഷൻ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും. സർക്കാരിൽ നിന്ന് അനുകൂലമായ പല തീരുമാനങ്ങളും വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ കോടതി വ്യവഹാരം, വഴക്ക് മുതലായവയിൽ പെട്ടുകിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒത്തുതീർപ്പ് വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്തുകൊണ്ടും സർവ്വഭാഗ്യങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതോടൊപ്പം വളരെയധികം വരുമാനങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ്.
ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേർന്ന് വളരെ പുത്തൻ ഉണർവ് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓണത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം അടങ്ങിയ ധനുരാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു വ്യക്തി മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങൾ മൂലവും സുഹൃത്ബന്ധങ്ങളും വഴി ധാരാളം ധനം വന്നു ചേരുന്നതിനും സഹായങ്ങൾ വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ബിസിനസ്സിൽ അഭൂതമായ വളർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. കുടുംബാംഗങ്ങൾ മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഇവരെ തേടി പല അംഗീകാരങ്ങളും പ്രശസ്തികളും വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. വളരെയധികം ആഗ്രഹങ്ങളും നേട്ടങ്ങളും എല്ലാം ലഭിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ സർവ്വഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും ഈ ഓണത്തോടു കൂടി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. ചിത്തിര, ചോതി, വിശാഖമടങ്ങിയ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഗംഭീരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. ദൈവാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം. ഇതുമൂലം നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ്. നിരവധി വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത്. കൂട്ടു ബിസിനസ്സുകൾ വഴി വളരെയധികം ധനം വന്നു ചേരുന്നതിനും വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ്. വിദേശ തൊഴിൽ മൂലം ധാരാളം ധനം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിതൃസ്വത്ത് മൂലം ധാരാളം ധനം വന്നു ചേരുന്നതിനും അതുമൂലം ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും. നീണ്ട കാലങ്ങളായി ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന തുലാം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേർന്ന് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ ഓണത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. ഇവരുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവും. ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും. നേട്ടമാണ്, ഭാഗ്യമാണ്, സർവ്വ ഐശ്വര്യമാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടും ഓണത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗംഭീരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും. ഇവിടെ ഈ പറഞ്ഞ 5 രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഈ ഓണത്തോടുകൂടി സർവ്വഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി വന്നു ഭവിക്കട്ടെ.